അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് പേര് ദുആയിൽ ഞങ്ങളെ ഓർക്കണം, ചേർക്കണം. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ ഞങ്ങളെയൊക്കെ പ്രത്യേകം പരിഗണിക്കണം ദുആയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷമായി വരുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ദുആ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒട്ടനവധി ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ നോമ്പും തറാവീഹും നമ്മുടെ ഖുർആൻ പാരായണം എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട റമളാനിൻ്റെ ആദ്യത്തെ 10 രണ്ടാമത്തെ വെള്ളിയാഴ്ചയുടെ പ്രഗത്ഭമായ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിലാഷങ്ങളുണ്ടാകും, മുറാദുകളുണ്ടാകും, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും. ഈ ഉദ്ദേശങ്ങളെയൊക്കെ സഫലീകരിച്ചെടുക്കാൻ എന്താ ഓതേണ്ടത് ഉസ്താദെ? ഞങ്ങളുടെ ഇന്നൊരു ആവശ്യം നടക്കണം, ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് സാമ്പത്തികമാകാം, കട സംബന്ധമാകാം, മക്കളുടെ പഠനമാകാം, പിന്നെ കച്ചവടമാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമാകാം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാകാം, പലതുമാകാം. പല പ്ലാനിങ്ങും നമ്മുടെ മനസ്സിലുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അത് പെട്ടെന്ന് ഹാസിലാക്കി എടുക്കാൻ എന്താണ് മാർഗം എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റി തരാനുള്ള ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണുന്നില്ല. അതിലേറ്റവും പ്രഗത്ഭമായ ഓപ്ഷൻ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താണ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിചയപ്പെടുത്തുന്നത്. അത് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഓതുന്നൊരു സൂറത്ത് കൂടെയാണ്. ആ സൂറത്ത് എപ്പോൾ എങ്ങനെ ഓതേണ്ടത്, എങ്ങനെ നമ്മുടെ ആ സൂറത്ത് കൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, ആ സൂറത്തിൻ്റെ ബെനിഫിറ്റും പവറും എന്താണ്, ഒന്ന് എളുപ്പത്തിൽ സൂചിപ്പിച്ചു പോകലാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ക്ലാസ് പരമാവധി കേൾക്കണം. കമൻറ്റ് നിർബന്ധമായിട്ടും ഒരു വാക്കാണെങ്കിലും പറഞ്ഞു പോകണം. അൽഹംദുലില്ലാഹ്, കമൻറ്റ് പറയുന്നവർക്ക് അല്ലാഹു പ്രത്യേക ബറക്കത്ത് നൽകട്ടെ. അതേപോലെ ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണം. കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താനൊരു കാരണമാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചുമ്മാ കാണാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളുടെയും മഹത്വം പറയുന്ന കൂട്ടത്തിൽ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു മഹത്വം ഹദീസിൽ കാണാം. ഇന്നലികുല്ലി ശൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, അതിൻ്റെതായ ഹൃദയമുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ഹൃദയമുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേപോലെ എല്ലാ വസ്തുവിനുമുണ്ട് ഹൃദയം. വ ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹാർട്ട്, ഖുർആനിൻ്റെ ഹൃദയം, അത് യാസീൻ സൂറത്താണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാൻ. അപ്പോൾ യാസീൻ സൂറത്താണ് ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നു, ഒമൻ ഖറഅ യാസീൻ, ഒരാൾ യാസീൻ ഒരു വട്ടം ഓതിയാൽ. നന്നായിട്ട് ശ്രദ്ധിക്കണം, കാതിലൂടെ കൽബിലേക്ക് കയറണം ഈ ഹദീസ്. ഇത് പറയുന്നത് പരിശുദ്ധ സൂറത്ത് യാസീൻ ഒരു സഹോദര സഹോദരി ഒരു വട്ടം ഓതിയാൽ, കത്തം അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഒരു യാസീൻ ഓതി എന്നല്ല, പിന്നെ അതിൻ്റെ പവർ കേട്ടോളൂ. കതബല്ലാഹു ലഹു ബിഖിറാഅത്തിഹാ ഖിറാഅത്തൽ ഖുർആനി 10 മർറാത്ത്. ഖുർആൻ കാമിലായി മുഴുവനായി, അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ, ഖുർആനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ 30 ജുസുവും ഖത്തം ഓതുന്ന ആ ഒരു പ്രതിഫലം ഉണ്ടല്ലോ, അങ്ങനത്തെ 10 പ്രതിഫലം. അപ്പൊ 10 ഖത്തം ചെയ്ത ഓതിയ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതിയാൽ എന്ന് യാസീനായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാം. അപ്പൊ പരിശുദ്ധ റമളാനിൻ്റെ ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ചയുടെ പകലിൽ 10 ഖത്തം ഓതിയ കൂലി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂലി തരുന്നതാരാ? അള്ളാഹുവാണ്. തരുമെന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹാനായ പുണ്യനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യാതൊരു സംശയത്തിന് ഇടമില്ല, ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഇന്ന് മനസ്സ് വെച്ചാൽ 10 ഖത്തം ഓതിൻ്റെ പ്രതിഫലം, അതിന് സമാനമായ കൂലി അള്ളാഹു രേഖപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ എന്ന് പ്രഗത്ഭമായിട്ട് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്നൊരു യാസീൻ മനസ്സറിഞ്ഞ് ഓതുമ്പോൾ 10 ഖത്തം ഓതിയ കൂലി നമുക്ക് അതിലൂടെ കിട്ടാൻ പോവാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്ത് യാസീൻ അത് നമ്മളുടെ പാപങ്ങൾ, തൗഫറുൽ ദുനൂബ്, തെറ്റുകൾ പൊറുക്കപ്പെടാം, പാപമോചനം കിട്ടുക. ഇപ്പൊ നാളത്തെ മഗ്‌രിബോടെ കയറി വരുന്നത് മഗ്‌ഫിറത്തിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. അപ്പൊ പാപമോചനത്തിലേക്ക് പോകുക, മഗ്‌ഫിറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മഗ്‌ഫിറത്ത്, പാപമോചനം കിട്ടിയവരിൽ പെടാൻ പറ്റും. സൗഭാഗ്യം എന്നാലോചിച്ച് നോക്കി.
നാളെ മഗ്‌രിബോടെ തെറ്റുകളില്ലാത്തവരാകാൻ പറ്റും ഇന്ന് യാസീൻ ഓതുമ്പോൾ. സൗഭാഗ്യം വല്ലാത്തതാണ്. തൈസീറുൽ ഉമൂറുൽ അസീറ, പ്രയാസകരമായ, അതായത് ആകെ ഒരു പ്രയാസകരമായി നിൽക്കുകയാണ് ആ കാര്യം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി. വലിയ ബുദ്ധിമുട്ടാണ്, ടഫാണ് അത്യാവശ്യം. അത് പഠനമാകാം, ജോലിയാകാം, കച്ചവടമാകാം, കടത്തിൻ്റെ വിഷയമാകാം, ഒന്ന് വീട്ടിൽ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ ഞെരിഞ്ഞു നിൽക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യം വളരെ തൈസീറുൽ ഉമൂർ, വളരെ സിമ്പിളായിട്ട് കാര്യം എളുപ്പമാകാൻ അള്ളാഹിൻ്റെ സഹായം കിട്ടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ എന്ന് അതിൻ്റെ ഫള് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തജ്ലിബുർ റിസ്ഖ, ഉപജീവന മാർഗത്തെ, സമ്പത്തിനെ, വരുമാനത്തെ വലിച്ചുകൊണ്ടുവരും. നമ്മൾ വരുമാനത്തിൻ്റെ പിന്നാലെ പോകല്ല, വരുമാനം നമ്മുടെ പിന്നാലെ വരുന്ന ഏറ്റവും പ്രഗത്ഭമായ നന്മയാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം മനസ്സറിഞ്ഞ് ചെയ്താൽ ഖളാഉൽ ഹാജാത്താണ്. ആവശ്യങ്ങൾ വീട്ടിൽ തരുന്ന നമ്മുടെ ഹാജാത്തുകൾ, എന്താവശ്യമാണെങ്കിലും സൂറത്ത് യാസീൻ ഓതുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ഒളുവൊക്കെ എടുത്ത് വന്നിരുന്നിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ ആവശ്യം പറയാം. എന്നിട്ട് അള്ളാഹുവിനോട് പരിശുദ്ധ സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്തിട്ട് ശേഷം അള്ളാഹിനോട് ചോദിക്കുക, ഇന്ന ആവശ്യം അള്ളാഹുവേ നീ നടത്തിത്തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അസർ കഴിഞ്ഞ് ദുആക്ക് പ്രത്യേകിച്ച് ഇജാബത്തുണ്ടല്ലോ. ഇന്ന് അസർ കഴിയുമ്പോൾ എത്രയോ മഹാന്മാരാണ് അസർ കഴിഞ്ഞ് മഗ്‌രിബ് വരെ മാക്സിമം നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക, ഒരാളോടും മിണ്ടാതെ, ദുനിയവിയായ മറ്റു സംസാരങ്ങളിലോ ഫോണിലോ ഒന്നും എൻഗേജഡ് ആകാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന എത്രയോ മഹാന്മാരെ കാണാൻ പറ്റും അവിടെ ലൈഫിൽ. കാരണം വലിയ ഇജാബത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പടച്ച നേരമാണ് അസർ കഴിഞ്ഞിട്ടുള്ള നേരം. ഇന്ന് അസർ കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയമുണ്ട് വെള്ളിയാഴ്ചയിൽ, നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നേരമാണ്. ബഅദൽ അസ്ർ എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, പച്ചയായിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അസർ കഴിഞ്ഞ് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്ന്. അപ്പോൾ മനസ്സറിഞ്ഞ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന നേരമാണ് ഇന്ന് അസർ കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ എളുപ്പാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തി തരുന്ന, ഖുർആന്റെ ഹൃദയമാകുന്ന, പിന്നെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന, ഉപജീവന മാർഗവും സമ്പത്തും വരുമാനം ഉണ്ടാക്കുന്ന, നമ്മുടെ കടങ്ങൾ വെട്ടിത്തരുന്ന ആ പരിശുദ്ധമായ സൂറത്ത് 10 ഖത്തം ഓതിയ കൂലി നമുക്ക് ഇന്ന് നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ എഴുതപ്പെടാൻ പോകുന്ന ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഒന്ന് പാരായണം ചെയ്തൂടെ? എല്ലാവരും പാരായണം ചെയ്യണം, കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കണം. അത് ഖുർആൻ മുസ്ഹഫിൽ നോക്കി തന്നെ പാരായണം ചെയ്യണം. മുസ്ഹഫിൽ നോക്കി, ഫോണിൽ നോക്കിയല്ല, മുസ്ഹഫിൽ നോക്കി തന്നെ മാക്സിമം പാരായണം ചെയ്യണം. അപ്പോൾ അതൊരു ഇബാദത്താകും. ആ നോക്കുന്നത് ഇബാദത്താണ്. മുസ്ഹഫിൽ നോക്കി ഒരു യാസീൻ ഓതിയാൽ 7 യാസീൻ ഓതുന്ന പോലെയാണ്. ഒരു യാസീൻ ഓതിയാൽ 10 ഖത്തമിൻ്റെ കൂലിയാണ്. 10 × 7 എത്രയാ കൂലി കയറുന്നതെന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാൻ കൂടെയല്ലേ, ഖുർആൻ ഓതാന്നുള്ള സുന്നത്തിന് ഫർള് നിർവഹിക്കുന്ന കൂലിയല്ലേ. അപ്പോൾ എമ്പാടും പ്രതിഫലം കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്. എല്ലാവരും മുടങ്ങാതെ ഇന്ന് തന്നെ ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ എല്ലാവരുടെ മുറാദും ക്ലാസിൻ്റെ ബർക്കത്ത് കൊണ്ടും സൂറത്ത് യാസീനിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നടത്തി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും വിഷമരവും ഒക്കെ അള്ളാഹു മാറ്റട്ടെ. പരിശുദ്ധ റമദാനിൽ എന്തെല്ലാം നമ്മുടെ വിഷമങ്ങളായി വന്നിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു വീട്ടി തരട്ടെ, കടങ്ങൾ വീട്ടട്ടെ. പിന്നെ മക്കളുടെ കല്യാണം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭർത്താവിൻ്റെ ജോലി, ഭാര്യയുടെ അസുഖങ്ങൾ എല്ലാം അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ ഇടപെടൽ കൊണ്ട്, ഈ റഹ്മത്ത് വിട പറയാൻ പോകുന്ന മണിക്കൂറുകൾ മാത്രമുള്ള ഈ നേരത്ത് അള്ളാഹു റഹ്മത്ത് കൊടുക്കുന്നവരിൽ നമുക്കൂടെ അള്ളാഹു ചേർക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഒരു കുടുംബാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവെട്ടവുമായി ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.